ഹായ് എവ്രിവൺ, ബിസിനസ് ബസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഫെഡറൽ ബാങ്കിലെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെറ്റ് ബാങ്കിങ് യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം. എങ്ങനെയാണ് ഫെഡറൽ ബാങ്കിൽ ഒരു നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. അറിയാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐക്കാർഡിൽ കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കസ്റ്റമർ സർവീസ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് ന്യൂ സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ലഭിക്കുന്ന സ്ക്രീനിൽ നിന്ന് ചേഞ്ച് മൊബൈൽ നമ്പർ ഓർ ഇമെയിൽ ID എന്നുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ മൊബൈൽ നമ്പറിൻ്റെ കൺട്രി കോഡ് അടിച്ചു കൊടുക്കാം. 91 എന്നടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പുതിയ മൊബൈൽ നമ്പർ ഏതാണെന്ന് വെച്ചാൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇമെയിൽ IDയും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചേഞ്ചസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി എടുക്കുന്നതോടുകൂടി തന്നെ നമ്മൾ ട്രാൻസാക്ഷൻ പാസ്വേഡ് കൂടി സെറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ട്രാൻസാക്ഷൻ പാസ്വേഡ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ഈ പുതിയൊരു സർവീസ് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് വാലിഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാലിഡേറ്റ് യൂസിങ് ഡെബിറ്റ് കാർഡ് അടിക്കാം. അതിനുശേഷം നമുക്ക് ATMൻ്റെ 4 ഡിജിറ്റ് പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൻ്റെ എക്സ്പയറി മന്തും ഇയറും സെലക്ട് ചെയ്ത് കൊടുക്കാം. സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ റിക്വസ്റ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണുന്ന പോലെ തന്നെ ഇത് സബ്മിറ്റഡ് ഫോർ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഒരു 10 മിനിറ്റിൽ റെക്കോർഡ്സ് അപ്ഡേറ്റ് ആവും എന്നുള്ളതാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റാറ്റസ് പിന്നീട് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണുന്ന കസ്റ്റമർ സർവീസിൽ നമുക്ക് സ്റ്റാറ്റസ് ഓഫ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് എന്താണോ നമ്മൾ റിക്വസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ആ ഡേറ്റ് സെലക്ട് ചെയ്യാം. നേച്ചർ ഓഫ് റിക്വസ്റ്റ് ഓഫ്ലൈൻ കൊടുത്തു, സ്റ്റാറ്റസ് ഓൾ കൊടുത്തു. അതിനുശേഷം സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമുക്ക് കാണാം ഇത് അപ്രൂവ്ഡ് ബൈ RM എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് ഓൾറെഡി മൊബൈലിൽ മെസ്സേജ് വരികയും ചെയ്തു എൻ്റെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആയി എന്നുള്ളത് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നത്.